ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവാസി മറ്റ് ഉപാസകരെ വിഷയത്തിൽ താല്പര്യമുള്ളത് ഞാൻ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് യോഗസൂത്രത്തിലെ പഞ്ചക്ലേശങ്ങൾ, അതിൻ്റെ നിവാരണ മാർഗങ്ങൾ, പിന്നെ യോഗവിഘ്നങ്ങൾ. അതായത് ഇത് സാധന സമാധി പാദങ്ങളിൽ അങ്ങോട്ടും കയറി ഇറങ്ങി കിടക്കുന്ന വിഷയമാണ്. ഇത് മൊത്തത്തിൽ നമ്മുടെ സാധന തടസ്സങ്ങളും ക്ലേശങ്ങളും ഒക്കെയാണ്. അപ്പം അതിനെ ആണ് വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഉള്ള പ്രാവീണ്യം എനിക്കില്ലെങ്കിലും സാധനയിലുള്ള ബലം വെച്ചിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പുസ്തകത്തിലുള്ളതിനേക്കാൾ ഉപരി എൻ്റെ അനുഭവ സമ്പത്തുകൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ക്ലേശങ്ങൾ ഇപ്പോൾ സാധാരണ എല്ലാവരും ഇപ്പോൾ എൻ്റെ ഇത് ദേഷ്യം മേടിച്ച പലരുണ്ട്. ഇവരെല്ലാവരും ഇവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പതഞ്ജലിയുടെ യോഗസൂത്രവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഈ വിഘ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ പഞ്ചക്ലേശങ്ങൾ ആണ് മുഖ്യമായിട്ട് ഇതിനകത്ത് പറയുന്നത്. അത് ഈ പഞ്ചക്ലേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിദ്യ, അസ്മിത, ദ്വേഷം, രാഗം, അഭിനിവേശം എന്ന് പറയുന്ന പഞ്ചക്ലേശങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ മൈത്രേയൻ എന്ന വ്യക്തി അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇതിനകത്ത് തരാൻ ഉദ്ദേശിക്കുന്നത്. സാധകരെ സംബന്ധിച്ച് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ളത് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെ 5 ക്ലേശങ്ങളാണ് എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 5 ക്ലേശങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് അവിദ്യയാണ്. അവിദ്യയാണ് സകല ക്ലേശങ്ങൾക്കും കാരണം. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വിദ്യകളെല്ലാം തന്നെ വിദ്യകളാണ്. പരാവിദ്യ ഒന്ന് മാത്രമേ വിദ്യയുള്ളൂ. നമ്മളെല്ലാവരും ആ പരാവിദ്യ ഉപാസകരാണ്. നമ്മൾ ജീവിക്കുന്നത് ഈ അവിദ്യ, അപരാവിദ്യ എന്ന് പറയുന്ന അവിദ്യയിലാണ് ജീവിക്കുന്നത്. അതായത് 64 തന്ത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന് പറ്റുന്നതാണ്. ഈ വിദ്യ മാത്രമേ മനുഷ്യന്റെ മോക്ഷത്തിന് ഒതുങ്ങുള്ളൂ. അപ്പൊ ഈ അവിദ്യ മൊത്തം നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം തന്നെ അവിദ്യയാണ്. ഈ അവിദ്യയിൽ നിന്നിട്ടാണ് നമ്മൾ വിദ്യ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉണ്ടെന്ന് ഓരോരുത്തർക്കും വിലയിരുത്താം. കാരണം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് ചെയ്താൽ 10-70 പുറത്തു വരുന്ന പുറകോട്ട് വലിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ശ്വാസപ്രശ്വാസങ്ങൾ പ്രാണന്റെ ഇരട്ടി ശക്തിയാണ് അപാനം. അപ്പൊ നമ്മൾ എത്രത്തോളം ഈ പ്രാണനെ ഊർധ്വഗമനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം റിപ്പോർട്ട് പിടിച്ചു വെച്ചിട്ടിരിക്കുന്നു. അതിന്റെ ഇരട്ടിയാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ അവിദ്യ എന്ന് പറഞ്ഞ ക്ലേശങ്ങളിൽ എല്ലാത്തിനും കാരണം അവിദ്യയാണ്. അപ്പൊ മുഖ്യം അവിദ്യയാണ്. അങ്ങനെ ഈ അവിദ്യ, ഈ പഞ്ചക്ലേശങ്ങൾക്ക് 4 തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളുണ്ട്. 4 തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളുണ്ട്. അതായത് പ്രസൂപ്തം, തനു, വിച്ഛിന്നം, ഉദാരം. അതായത് പഞ്ചക്ലേശങ്ങളും ഈ 4 അവസ്ഥകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുഖ്യം അവിദ്യയാണ്. അതിൽ പ്രസൂപ്തം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടന്നാൽ ഈ ദുഃഖങ്ങളുടെ അവസ്ഥ അത് നിദ്രാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. സൂക്തമാണ്. അത് ഉറങ്ങിക്കിടക്കുകയാണ്. അതായത് നമ്മുടെ ഈ ദുഃഖങ്ങളെല്ലാം തന്നെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളറിയുന്നില്ല. സാഹചര്യം കിട്ടുമ്പോൾ അത് ചാടി വീഴും, നമ്മളെ കടന്നാക്രമിക്കും, നമ്മുടെ സാധനയെ മുടക്കം വരുന്നു. അത് ഉറങ്ങിക്കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തനു എന്ന് പറയുന്ന അവസ്ഥയാണ്. തനു എന്ന് പറഞ്ഞ അവസ്ഥ ഇത് മൃദുത്വം കിടക്കുന്ന അവസ്ഥയാണ്. അതായത് ദുഃഖം ഉണ്ടാനും ഇല്ലായ്മയിലേക്ക് പോയിട്ടില്ല, എന്നാൽ അതിൻ്റെ ഉയർച്ചയിലേക്ക്
മാറിയിട്ടില്ല. അതായത് ഈ സുഹൃത്താവസ്ഥയിൽ നിന്ന്, സുഹൃത്താവസ്ഥയിൽ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ അവസ്ഥയാണ്. അവർക്ക് ചെറുപ്പത്തിൽ നിഷ്കളങ്കതയാണ്. അവർ വളരുന്നതനുസരിച്ചാണ് അവരുടെ ആ ഉറക്കത്തിൽ നിന്ന് അവരുടെ ഈ മതമാത്സര്യ അഹങ്കാരാദികളാകുന്ന ഈ മനുഷ്യൻ്റെ ശത്രുക്കൾ ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ സുഹൃത്താവസ്ഥയിൽ കിടക്കുന്ന ദുഃഖങ്ങൾ. നമുക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് അത് നമ്മളിലേക്ക് ഉയർന്നു വരും. അപ്പോൾ അതിന് ചെയ്യാനുള്ള കാര്യം നമ്മൾ ശ്രദ്ധാലുവായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ശ്രദ്ധാവീര്യം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന വിദ്യ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ വിദ്യ എന്ന് പറഞ്ഞത് ഒന്ന്, അത് പ്രാണനെ ഉപാസിക്കുന്ന വിദ്യയാണ്. ആ ബ്രഹ്മവിദ്യയാണ് നമ്മൾ ഇതിനകത്ത് ദീക്ഷ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ നമ്മൾ ഉപാസിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിലേക്ക് വരുന്ന ദുഃഖങ്ങളെ നമ്മൾ ബോധപൂർവം മനസ്സിലാക്കി അത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ തടയാനുള്ള ബുദ്ധിയും ബോധവും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ തനിത്വം സംഭവിക്കുന്ന നിൽക്കുന്ന അവസ്ഥ ഇതിനുണ്ട്. പിന്നെ വിച്ഛിന്നമാണ്. അവിച്ഛിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖം നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖത്തെ അതിനേക്കാൾ വലിയൊരു ദുഃഖം കൊണ്ടുവന്ന് ഛിന്നമാക്കി കളയും, ഛിന്നമാക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഈ ദുഃഖം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തെ ഛിന്നഭിന്നമാക്കി കളയുമ്പോൾ വരുന്ന ദുഃഖമാണ് പ്രബലമായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ പല ദുഃഖങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇതിനുണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ഈ വിച്ഛിന്നം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. പിന്നെ ഉദാരം, ഒരു ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്ലേശത്തിൽ മറ്റൊരു ദുഃഖം, വലിയൊരു ദുഃഖം വരുമ്പോൾ അത് ഇല്ലാണ്ടാവുമല്ല, അതിന് ഉദാരത വരും. എന്നാൽ ഈ പ്രബലമായി വന്ന ദുഃഖം നശിക്കുന്നതോടുകൂടി മറ്റൊരു പൊങ്ങി വരും. അങ്ങനെ ഈ നാലവസ്ഥ ഈ പറയുന്ന പഞ്ചക്ലേശങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ അവിദ്യയാണ്. അതിൽ ഈ ക്ലേശങ്ങളുള്ള 4-5 വിദ്യയെക്കുറിച്ചാണ് വേണ്ടത്. അതിൽ അവിദ്യയാണ് മുഖ്യം. അവിദ്യയെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിദ്യയിലാണ് ജീവിക്കുന്നത്. വിദ്യ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 64 പേരിന് നടുക്ക് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതുപോലെ ഇവരെല്ലാവരും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഭൗതികത്വത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഈ 64 കലകളും അതിനകത്ത് പറഞ്ഞിരുന്നത്. ഇത് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോക്ഷത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വിദ്യയാണ്. അതല്ലെങ്കിൽ പൊതുജന നന്മ, ഈ 2 കാര്യത്തിന് മാത്രമേ ഈ വിദ്യ ഉപയോഗിക്കുമെന്നാണ് അതിൻ്റെ ചട്ടം. അതാണ് അവിദ്യയുടെ രൂപം. ഇത് നമ്മുടെ ഇതിനകത്ത് സാധനാപാദത്തിൽ 5-ാമത്തെ ശ്ലോകമാണ്. അത് ഞാൻ ശ്ലോകം ഇവിടെ ഉദ്ധരിക്കണില്ല, കാരണം എനിക്ക് സംസ്കൃതം ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിലൊക്കെ വായിച്ച് കൂട്ടിയെടുക്കാന്ന് പറഞ്ഞതിനെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ അതിനെ വിശകലനം ചെയ്തു പോകാൻ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ അവിദ്യ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് അസ്ഥിത. അവിദ്യ, അസ്ഥിത. അവിദ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസ്മിതാണ്. അസ്മിത എന്ന് പറയാൻ പ്രകൃതി പുരുഷ വ്യത്യാസം പോലെ നമുക്ക് ഈ നമ്മുടെ ദൃശ്യത്തിൽ നമുക്ക് തോന്നുന്ന, അതായത് നമ്മുടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ്, ശരീരം ആത്മാവല്ല, ജഡമാണ്. നമ്മൾ ശരീരം ആത്മാവാണെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവിനെ അല്ല, നമ്മളെയാണ് കണക്കാക്കണം. അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തേക്ക്, അതായത് ദൃക്ദൃശ്യ വ്യത്യാസങ്ങൾ നമുക്കിതിനകത്ത് അനുഭവപ്പെടും. കാരണം ഈ ഇപ്പോൾ രാമായണത്തിൽ പറയും ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം, അതാണ് ഇതിനകത്ത് വരുന്നത്. ആത്മാവിനെ അല്ല നമ്മൾ കാണുന്നത്, ശരീരത്തെ കാണുന്നത്. അങ്ങനെ അസ്മിത എന്ന് പറഞ്ഞ ക്ലേശം നമുക്ക് വരും. കാരണം ഇത് മിഥ്യാധാരണയാണ്. പറഞ്ഞ പോലെ പ്രപഞ്ചം, അതിനകത്ത് കാണുന്ന ദൃക് സാധനങ്ങൾ, ഇതിനകത്ത് വരുന്ന മറ്റേ പരമാത്മാവ്,
ആ വ്യത്യാസത്തിൽ കാണുന്ന ദൃശ്യത്തിനെയാണ് നമ്മൾ ദൃക്കായിട്ട് സങ്കല്പിച്ച് ചെയ്യുന്നതിനെയാണ് അസ്മിത എന്ന് പറയുന്നത്. പിന്നത്തെ രാഗമാണ്, അത് പറയുന്നത് തന്നെ സുഖാനുശായി രാഗം എന്നാണ്. ഒരു സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ ആ സുഖം പിന്നീട് അനുഭവിക്കണം, വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ള തൃഷ്ണ, ആഗ്രഹം നമുക്കുണ്ടാവും. നമ്മൾ അതിനു വേണ്ടി എന്തും കൊടുക്കും, എന്തും ചെയ്യും, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ അവസ്ഥയിലേക്ക് പോകണം. കാരണം ഈ പല മരുന്നുകൾക്കും മദ്യത്തിനൊക്കെ അടിമയായിട്ടുള്ളവരുടെ സ്വഭാവം അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സുഖം അത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സുഖം അനുഭവിക്കുകയും ആ സുഖം വീണ്ടും വീണ്ടും, അതാണ് ഈ അഡിഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരു സുഖത്തിൻ്റെ അതിനെ വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള ഒരു തൃഷ്ണ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറയുന്ന രാഗം എന്ന് പറയുന്ന സാധനം. പിന്നെ വരുന്നതാണ് ദ്വേഷം. അതായത് ദ്വേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം, ഇതൊക്കെ ദുഃഖത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതല്ല. സുഖത്തിനടുത്ത് വെറുപ്പും വിദ്വേഷമൊന്നും വരില്ല. ഇതെല്ലാം ദുഃഖത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് വെറുക്കപ്പെട്ട ഒരു സാധനത്തിനെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനത്തിനെ കാണുമ്പോൾ നമുക്ക് വെറുപ്പ് വരുവാണ്. അങ്ങനെ ദ്വേഷം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ദ്വേഷം എന്ന് പറയുന്നത്. പിന്നെ അഭിനിവേശമാണ്. അതായത് സ്വാർത്ഥനിൽ പോലും വിദ്വാനിൽ പോലും സ്വാർത്ഥന നിലനിൽക്കുന്ന അവസ്ഥയാണ് അഭിനിവേശം. അതായത് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ജീവിക്കണം എന്നുള്ള ആഗ്രഹം നിലനിൽക്കുക, മരിക്കാൻ താല്പര്യമില്ലാതെ വരിക, ഇഷ്ടമുള്ള ഒരു കാര്യം വീണ്ടും ചെയ്യാൻ തോന്നുക, ഇതേപോലെ വരുന്ന അവസ്ഥയ്ക്കാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 5 ക്ലേശങ്ങളാണ് നമുക്ക് മുഖ്യമായിട്ടും പഞ്ചക്ലേശങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ഇതിന് ഉള്ള ക്ലേശ നിവാരണങ്ങളാണ്. ഇതിനിപ്പോൾ പതഞ്ജലി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലേശങ്ങൾ പഞ്ചക്ലേശങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ക്രിയായോഗം ചെയ്യണമെന്നാണ് പതഞ്ജലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിയായോഗം എന്ന് പറയുമ്പോൾ തപസ്, സ്വാധ്യായം, ഈശ്വരപ്രധാനം, അതാണ് ക്രിയായോഗം. അതായത് നമ്മുടെ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക, പിന്നെ ഈശ്വരനാണ് സകലതും, ഈശ്വരനല്ലാണ്ട് നമുക്ക് വേറെ മാർഗങ്ങളില്ല എന്നുള്ള അവസ്ഥയിൽ എത്തുക, തപസ് അനുഷ്ഠിക്കുക. അത് നമ്മുടെ യോഗവിദ്യയിൽ സാധാരണ അംശയോഗത്തിൽ വരുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അജപ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണ വിദ്യയാണ്. ഇതുവരെ വിദ്യയെക്കുറിച്ച് ആരും കൂടുതൽ പരാമർശിച്ചിട്ടില്ല. അജപ വിദ്യ പറഞ്ഞാൽ പൂർണ്ണ വിദ്യയാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനടങ്ങാത്തതായിട്ടുള്ള ഒരു സാധനവും ഇല്ല. ഈ അജപ വിദ്യ പരിശീലനയെ സംബന്ധിച്ചിടത്തോളം ഈ സകല ക്ലേശങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിഞ്ഞു പോകുന്നു. അവൻ അതിനു വേണ്ടി ഈ പറയുന്ന പതഞ്ജലി നിർദ്ദേശിച്ച പോലെ ക്രിയായോഗം മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം ചെയ്ത് പഞ്ചക്ലേശങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സാധന ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പ്രണവജപത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രണവത്തിന് മുകളിലാണ് ഹംസം. ഭൈരവാന്റെ യോഗി പറയും, ഭൈരവാന്റെ യോഗി പറയുന്നതാണ് അർത്ഥമാത്രയിലെ ബിന്ദു ഹംസ പരമാത്മാവിന്റെ ഭവനമാണെന്ന്. അർത്ഥമാത്രയിൽ ഒരു പൂജ്യമുണ്ട്, അതിനകത്ത് വരുന്ന ബിന്ദു, അതിനകത്താണ് ഈ ഹംസം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. ശിവാനന്ദ പരമേശ്വരി പറയും, പ്രാണൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒതുങ്ങുന്നതാണ്, പുറത്തു പോകുന്നത്. നമ്മൾ പുറത്തു പോകുന്നതിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യക്ഷ പ്രാണനെ ഉപാസിക്കുമ്പോൾ പുറത്ത് എന്തൊക്കെ ഈ വിഗ്രഹാരാധന പോലെ പുറത്തൊരു സങ്കല്പം നടത്തിയിട്ട് അതിനകത്ത് നമ്മൾ ആരാധിക്കുന്ന പോലെയാണ് ഹംസയോഗത്തിൽ ഈ പറഞ്ഞ് പുറത്തു പോകുന്ന പ്രാണനെ ആരാധിക്കുന്നത്. പുറത്തു പോകുന്ന പ്രാണനെ ഉള്ളിൽ ഒതുക്കി ഈ പ്രാണായാമം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യുന്ന പ്രാണായാമം കൊണ്ടാണ് ഈ പഞ്ചക്ലേശങ്ങളും നമുക്ക് നശിച്ച് നമുക്ക് യോഗം ചെയ്യുന്നതിനുള്ള താല്പര്യം ഉണ്ടാകും, നമുക്കിത് ചെയ്യാനും സാധിക്കും. അത് ഈ സാധന
ചെയ്യൽ മാത്രമാണ് ഈ പഞ്ചക്ലേശങ്ങളെ നശിപ്പിക്കാനുള്ള ഏകമാർഗം. അതിന് പതഞ്ജലി അതിനകത്ത് ക്രിയായോഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഹംസവിദ്യയിൽ ക്രിയായോഗവും അന്തർലീനമാണ്, അതിലടങ്ങിയിരിക്കുകയാണ്. പൂർണ്ണവിദ്യ എന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ അതിനകത്ത് അടങ്ങാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പം ശ്രീവിദ്യ മഹത്തരമാണെന്നും പറഞ്ഞിട്ട് ഇതിനകത്ത് ശ്രീവിദ്യ ഹംസയോഗത്തിൻ്റെ കീഴിൽ ശ്രീവിദ്യ അഭ്യസിക്കുന്ന ഇവിടെ ഒരുപാട് പേരുണ്ട്. ശ്രീവിദ്യയൊക്കെ മുകളിലാണ്. ഈ അജബ എന്ന് പറയുന്ന സകാര ഹകാരങ്ങളായ അണ്ഡബീജങ്ങളുടെ സംയോഗ ഫലമായിട്ടാണ് സകല അക്ഷരങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഈ അക്ഷരങ്ങളെ ചേർത്തിട്ടാണ് മന്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഈ പറഞ്ഞ പോലെ അറിവില്ലാത്ത പിള്ളേർ ഉപാസിക്കുന്നതിനേക്കാൾ ഭേദം ഈ അക്ഷരങ്ങളുടെ മാതാവും പിതാവുമായിട്ട് സകാര ഹകാരങ്ങളെ ഉപാസിക്കുക എന്നുള്ളതാണ്. ഈ സകാര ഹകാരങ്ങൾ പ്രണവത്തിലാണ് ലയിക്കുന്നത്. ഈ പ്രണവം ബിന്ദുവിലേക്കും, ഈ ബിന്ദു എന്ന് പറയുന്ന സാധനം സകാര ഹകാരങ്ങളുടെ സമ്മേളനമാണ്. അത്രയും സൂക്ഷ്മ തത്വത്തിൽ നിന്നാണ് തന്നെ. ഇവിടെ വാക്യത്തിൽ എല്ലാവരും കണക്കാണ് പ്രണവോപാസന വരെ ഇവർ വിശകലനം ചെയ്യുന്നുള്ളൂ. അതിന്റെ മുകളിലേക്ക് ഇവർ പോകുന്നില്ല. ഈ പ്രണവം ജപിക്കാനുള്ളതല്ല, മന്ത്രങ്ങൾ ജപിക്കാനുള്ളതല്ല. ഈ മന്ത്രങ്ങളെ നമ്മൾ സമ്പൂർണ്ണം ചെയ്ത് സകാര ഹകാരങ്ങളാക്കി തിരിച്ച്, അതായത് ഈ സ്ത്രീ പുരുഷ അക്ഷരങ്ങളാക്കി തിരിച്ച് അതിൻ്റെ സംയോഗഫലമായി ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന പ്രണവത്തെ ഏകാഗ്രത കൊണ്ട് നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. ആ മന്ത്രത്തെ അനുസന്ധാനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നത്. ഈ പ്രണവത്തെ നമ്മൾ കേൾക്കാം. പണ്ട് സ്വാമി പറയുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എന്തെന്നാ ഈ പറയണാവോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രണവം കേൾക്കുമ്പോൾ നമുക്ക് അനുഭൂതി ഉണ്ടാവും. ആ പ്രണവത്തിൽ മനസ്സിനെ നിർത്തി നമ്മൾ സാധന ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രയോജനം. ഈ ഒരൊറ്റ സാധന കൊണ്ട് തന്നെ ഈ പഞ്ചക്ലേശങ്ങളും ഇതിനകത്ത് അഞ്ഞു പോകും. ഈ ക്ലേശങ്ങളെല്ലാം പോകും. കുറേശ്ശെ ചെയ്താൽ മതി. മുഖ്യം സാധനയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ അവതരിപ്പിച്ച ഓരോ പേപ്പറുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു പാണ്ഡിത്യം ഇല്ലാത്തവൻ എങ്ങനെ സാധന ചെയ്യുന്നു. ഇതൊക്കെ പഠിച്ചിട്ട് ഒരുത്തന്നെ സാധന ചെയ്യാൻ പറ്റൂല. അപ്പം അതിന് ഉദാഹരണമുണ്ട്. നമ്മുടെ രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടുകള്ളൻ വാൽമീകി എന്ന് പറഞ്ഞ ഋഷിയെ. അപ്പം അതിനകത്ത് ആ ഒരു മന്ത്രം, രാമമന്ത്രം മാത്രമേ ഉള്ളൂ. ഈ മന്ത്രം എങ്ങനെ ജപിക്കണം എന്നുള്ള കൽപ്പവിധിയാണ് അവർക്ക് ദീക്ഷയായി കിട്ടിയത്. അതുകൊണ്ടാണ് ആ ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുകയാണ്. മനുഷ്യൻ ബാഹ്യ വിഷയങ്ങളിൽ ആകർഷിക്കപ്പെട്ട് അതിനകത്ത് കിടക്കുന്ന കാരണമാണ് ഇതിനകത്ത് ആർക്കും വിശ്വാസമില്ല. 5 കൊല്ലം 10 കൊല്ലം സാധന ചെയ്തവർ പറയണമെന്ന് വെച്ചാൽ എനിക്ക് അനുഭവമൊന്നും ഉണ്ടായില്ല. അനുഭവം ചെയ്തത് വിദ്യയുടെ പ്രശ്നമല്ല. വിദ്യയുടെ പ്രശ്നമാണോ? അല്ല. കാരണം അവർ ചെയ്യുന്ന സാധന ഇതിനകത്ത് വേണ്ടത് നമുക്ക് വിദ്യയോടുള്ള വിശ്വാസം. നമ്മൾ എന്തിനാണ് ഉപാസിക്കണേ? പ്രാണോർജമാണ് പ്രപഞ്ചത്തെ നിലനിർത്തിയേക്കണേ. നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് പ്രാണോർജമാണ്. ആ പ്രാണനെ ഉപാസിക്കുന്ന ഒരു വിദ്യയാണിത്. ഇത്രയും മഹത്തരമായിട്ടൊരു വിദ്യ ഇല്ല. അപ്പൊ ഈ വിദ്യ ഈ പഞ്ചക്ലേശങ്ങളെയും ഈ പറഞ്ഞ പോലെ ലയിപ്പിച്ച് കളയും. അപ്പോൾ ഇതിൻ്റെ നിവാരണ മാർഗം ഈ പറയുന്ന പഞ്ചക്ലേശങ്ങളെ നശിപ്പിക്കാനുള്ളത് വിദ്യ മാത്രമാണ്. പതഞ്ജലി അതിനകത്ത് ക്രിയായോഗം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണധാനം മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഇതാണ്. ഇത് നമ്മുടെ യോഗവിഘ്നങ്ങളാണ്. അത് സാധന സമാധിപാദത്തിലാണ് യോഗവിഘ്നങ്ങളെ കുറിച്ച് പറയുന്നത്. യോഗവിഘ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ മൈത്രേയൻ എന്ന് പറഞ്ഞ കക്ഷി ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ ഒരു ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ ഹംസയോഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ ക്ലേശങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ കർമാശയമാണ്. ഇവിടെ നമ്മൾ ജനിക്കാൻ തന്നെ കാരണം നമ്മുടെ കർമ്മങ്ങളുടെ ഫലം ആയിട്ടാണ്. അപ്പോൾ ഈ കർമാശയത്തിൽ എല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് സൂക്ഷ്മതത്വത്തിലാണ്. അതേപോലെ തന്നെ ഈ ക്ലേശങ്ങളെല്ലാം നമ്മളിൽ
സൂക്ഷ്മ രൂപത്തിൽ കിടപ്പുണ്ട്. അതിന് ഈ നേരത്തെ പറഞ്ഞ തൊട്ട് സൂക്താവസ്ഥയിൽ കിടക്കുകയാണ്. ചിലതിന് തനിത്വം സംഭവിച്ച് കിടപ്പുണ്ട്, ചിലത് വിച്ഛിന്നമായി കിടപ്പുണ്ട്, ചിലത് ഉദാരമായി കിടപ്പുണ്ട്. ഇത് സാഹചര്യം കിട്ടുമ്പോൾ ഇത് ചാടിപ്പോരും. അത് സാഹചര്യം കിട്ടിയാൽ മതി, അവൻ ചാടിപ്പോരും. അപ്പോൾ അതുപോലെ വരുന്ന ക്ലേശങ്ങളാണ് അടുത്തത്. യോഗവിഘ്നങ്ങൾ, ക്ലേശങ്ങളല്ല, യോഗവിഘ്നങ്ങൾ. യോഗവിഘ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാധി, സ്ഥാനം, സംശയം, പ്രമാദം, ആലസ്യം, അവിരതി, ഭ്രാന്തി ദർശനം, അലബ്ധഭൂമികത്വം, അനവസ്ഥിത്വം. ഇങ്ങനെ 9 വിഘ്നങ്ങളാണ്, 9 തടസ്സങ്ങളാണ് യോഗ പാന്താവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ ഉപാസകർക്കുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന്. ഇവർ സാധാരണ വന്ന് പലരും ചോദിക്കും. പലർക്കും ഈ പറഞ്ഞ പോലെ മാനസികമായിട്ടൊരു സംതൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ മാനസികമായിട്ട് സംതൃപ്തി ഉണ്ടാകുമ്പോഴത്തേക്ക് ഇരിക്കുന്നിടത്തൊരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് വ്യാധി ഏറ്റവും പ്രധാന വ്യാധിയാണ്. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം. ഒരു രീതിയില്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമുക്ക് ഉണ്ടാകുന്ന അസുഖം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ നേരെ മനസ്സ് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് ഇന്നിപ്പോൾ നമ്മൾ കുറേ നമുക്ക് ഭൗതികമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു അസഹനീയമായ വേദന വയ്ക്കും, ആദ്യം ചിന്തിക്കുന്നതാണ് ഇത് ക്യാൻസറാണോ എന്ന് ആദ്യം ചിന്തിക്കുള്ളൂ. ചെറുതൊന്നും ചിന്തിക്കില്ല. എല്ലാം നമ്മൾ ഈ മുകളിലേക്കാണ് ചിന്തിക്കുന്നത്. ഒരു വേദന വരുമ്പോൾ തന്നെ ചിന്തിക്കുന്നതാണ് അതാണോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സ് തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യാധി എന്ന് പറയുന്ന സാധനം ശാരീരികവും മാനസികവും ആയിട്ടുള്ള അസുഖങ്ങൾ എല്ലാം തന്നെ യോഗവിഘ്നങ്ങളായിട്ട് വരും. കാരണം മനസ്സവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് ചെത്തിക്കും. പിന്നെ ഉള്ളത് ധ്യാനമാണ്. അതായത് വിഷയത്തിൽ നമുക്കുള്ള അസമർത്ഥത, നമുക്ക് സാമർഥ്യത്തോടു കൂടി ഇത് ചെയ്യാൻ പറ്റില്ല. ഈ വിദ്യയെ നമുക്ക് സാധന ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റായ, നമുക്കത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇരിക്കാൻ പറ്റായല്ല, അത് ചെയ്യാൻ പറ്റില്ല. നമ്മളെവിടെ ഇരുത്തില്ല മനസ്സ്. അതായത് കർമ്മം ചെയ്യാൻ അനുവദിക്കില്ല. എണീറ്റ് പോകണമെന്ന് തോന്നും. അങ്ങനെ ഉണ്ടാക്കുന്ന തടസ്സത്തെയാണ് ഈ സ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ സംശയമാണ്. സംശയാത്മാ വിരശരി എന്നാണ് പറഞ്ഞിരിക്കണം. സംശയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഇത് ആലോചിക്കും, ഈ വിദ്യ ശരിയാണോ, ഞാൻ ചെയ്യണ ശരിയാണോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാധനയിൽ നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ തന്നെ അത് പറയും, അതെനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ ഉണ്ടാവുമോ. അപ്പോൾ നമുക്ക് കാരണം വിദ്യയിൽ നമുക്ക് ഈ പറയുന്നവരോട് ഉറപ്പില്ല, സംശയമാണ്. അങ്ങനെ സംശയം വരുന്നതാണ് ഈ സംശയരോഗം തന്നെ. പിന്നെ വരുന്നത് പ്രമാദമാണ്. അതായത് പ്രമാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക ആശ്വാസം എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഈ അബദ്ധധാരണയാണ്. കുറേ സാധന ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അനുഭൂതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും തന്നെ വളരെ ഈസിയായിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ ഈ സാധനയിൽ കുറച്ച് വിശ്വാസം വരും. കുറെ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് നിന്ന് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനയിൽ വരുമ്പോൾ ഇത് ഈ വേവ്സായിട്ട് കൂടിയും കുറഞ്ഞും ഒക്കെ ഉള്ള അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം 2 കൊല്ലം ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി, ഇപ്പം എനിക്കൊരു ഗുണം അതുണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം മുഴുവൻ ഗുണങ്ങൾ ഉണ്ടാവാനായിട്ടാണ്. ഈ ക്രിസ്ത്യൻ നിസ്വാർത്ഥമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കണ ഈ കർമ്മമാണ്. ഇതൊരു മനുഷ്യൻ ചെയ്യുമ്പോൾ ഒരു കർമ്മമാണ്. ആ കർമ്മം ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഇത് നമ്മൾ ഇതിൻ്റെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളതും കൂടി പോകും കയ്യുന്നു. ഈ ചൂതുകളി പോലെയാണ്. കയ്യിൽ കുറച്ച് അത് ഇരട്ടിയാക്കാൻ വേണ്ടി ഇതും കൊടുത്തു പറ്റുന്ന അതും കൂടി പോകും. ഒന്നും കയ്യിലൊന്നും ഇല്ലണ്ടോ. അപ്പോൾ സാധനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കണേ. അപ്പോൾ ഈ പ്രമാദാവസ്ഥ എല്ലാവർക്കും ഉള്ള കാര്യമാണ്. കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറെ കഴിയുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഈ ഉറക്കത്തിനും ജാഗ്രതത്തിനും സുഷുപ്തിക്കും ഇടയിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പലതും നമ്മൾ അറിയുകയും ചെയ്യും. എന്നാൽ ഉറക്കത്തിലല്ല, എന്നാൽ ഉറക്കത്തിലേക്ക് പോകില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ കഴിഞ്ഞ് മുകളിലേക്ക് ഉയരുന്ന വരെ ഈ വക എല്ലാ തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ ക്ലേശങ്ങൾക്ക് കാരണം, വിഘ്നങ്ങൾക്ക് കാരണം. പിന്നെ അടുത്തത് ആലസ്യമാണ്. ആലസ്യം എന്ന് പറഞ്ഞാൽ ഈ ആലസ്യം ഉണ്ടാകുന്നത് തമോ ഗുണത്തിൽ നിന്നാണ്. തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന ആലസ്യം കൊണ്ട് മടി, പിന്നെ ഇന്ന് ചെയ്യണ്ട, ഇന്നത്തെ കൂടി നാളെ ചെയ്യാൻ നോക്കും. നാളെ സമയമാകുമ്പോൾ തോന്നും നാളെ ചെയ്യാം, 2 ദിവസം ഒന്നും ചെയ്യാം, ഈ 3 ദിവസം ഒന്നും ചെയ്യില്ല.
അത് സ്വാഭാവികത ആലസ്യമാണ്. ആ ആലസ്യത്തെ നമ്മൾ അതിജീവിക്കണം. അതിനാണ് ഈ ബുദ്ധി അല്ലെങ്കിൽ ബോധം നമ്മളവിടെ പ്രവർത്തിക്കണം. എന്നിട്ട് നമ്മളത് ചെയ്യണം. അത് ഈ മടി, ആലസ്യം ഇതൊക്കെ വരുന്നത് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ സഞ്ചിത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പ്രകൃതി ഇവിടെ ഒരു മനുഷ്യനെയും അവനെ ഉയർത്തി മോക്ഷത്തിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. എല്ലാത്തിനും ഇവിടെ പിടിച്ചു കെട്ടി മകനൊക്കെ ഈ ദുരിതം അനുഭവിച്ചു കിടക്കാമെന്ന് പ്രകൃതിയുടെ ചിന്താഗതി. അപ്പം അതിൽ നിന്ന് വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിടില്ല. ഇവരൊക്കെ പിടിച്ച് കീഴ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അത് സാധന ചെയ്ത് പ്രാണാപാനന്മാർ സമീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഇതിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സാധനയാണ് മുഖ്യം. അപ്പോൾ ആലസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ആലസ്യം. ഈ ആലസ്യം ഉറക്കം വരിക, മടി, ക്ഷീണം, ഇതൊക്കെ ആലസ്യത്തിൽ പെടുന്ന കാരണമാണ്. പിന്നെ അവിരതി, അതായത് ബാഹ്യ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളിൽ കൊടുത്തിട്ട് സാധന ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും ഈ TV സ്ക്രീനിൽ വരുന്ന പോലെ കാര്യങ്ങൾ കയറി വരിക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അല്ല, ഇത് തുടക്കക്കാർക്ക് മാത്രമല്ല. ഇപ്പം ഞാനും ഇപ്പോൾ സാധന ചെയ്യുമ്പോൾ ചിലപ്പോൾ കയറി വരാറുണ്ട്. നമ്മൾ ബാഹ്യ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെട്ട് നമുക്ക് മാനസികമായിട്ട് എല്ലാ വിഷയങ്ങളും വരുമ്പോൾ മനസ്സതെല്ലാം സ്വീകരിക്കും. അപ്പോൾ അത് ഇരുന്നിട്ട് നമുക്ക് വരുമ്പോഴും ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതിനെ നമ്മൾ ബോധപൂർവ്വം നേരിടണം. അപ്പം നമ്മൾ ഇതിനൊക്കെ ഇടപെടുമ്പോൾ മനസ്സതിനകത്ത് കുടുങ്ങും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ഒട്ടലില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഒരു വിഷയങ്ങളിലും അതുമായിട്ട് നമ്മൾ ഇഴകിച്ചേരാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാക്കുക. അപ്പോൾ നമുക്ക് ഈ അവിരതി എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതാക്കി വൈരാഗ്യം കൂട്ടി കൂടുതൽ ശ്രദ്ധിച്ച് നമുക്ക് സാധന ചെയ്ത് ആ അവിരതിയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് ഭ്രാന്തി ദർശനമാണ്. അതായത് കുറക്കാലം സാധന ചെയ്ത് കഴിയുമ്പോൾ ഇവർ പറയും ഇവർക്ക് പല സിദ്ധികളും ഉണ്ടാകും. ഇവർ പല സ്ഥലത്തും പോയി പല കാര്യങ്ങളൊക്കെ പറഞ്ഞത് പലരുടെ അനുഭവത്തിൽ വരികയും അത് പ്രായോഗിക തലത്തിൽ ഗുണങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കുന്നു ഞാൻ സിദ്ധനായി, എനിക്കിനി വേറെ ഒന്നും നോക്കാനില്ല, ഇനിയിപ്പോൾ സാധന ചെയ്തില്ലെങ്കിലും അത് ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ നശിച്ചു. അപ്പം ഇതിനെയൊന്നും നമ്മൾ കണക്കാക്കരുത്. ഇപ്പം നമുക്കും സ്വാമിയുടെ അടുത്ത് പോയി സാധന പരിശീലിക്കുന്ന കാലത്ത് ഇതേപോലെ പല അനുഭവങ്ങളും ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മളിതൊന്നും പരീക്ഷണത്തിന് വിധേയമാക്കാറില്ല. നമുക്ക് എവിടെ ചെന്നാലും നമ്മളുടേതായ ആനുകൂല്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കും. പിന്നെ നമ്മളിതിനെ ഇതൊക്കെ പ്രദർശിപ്പിച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സാധന ചെയ്ത് ഈ ഇന്ദ്രിയങ്ങളെ മിഥ്യാധാരണകളെ ഒഴിവാക്കി. അപ്പോൾ പതഞ്ജലി തന്നെ വ്യക്തമായിട്ട് ഇത് ചിത്തഭ്രമം കൊണ്ടാണ് പലതും കാണുന്നത്. ഭഗവാൻ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈ പടത്തിൽ കാണുന്ന വിഗ്രഹങ്ങളെ ദൈവമായി സങ്കല്പിച്ച് ഇവർ സ്ഥിരം കൊണ്ടു നടക്കും. അപ്പോൾ ഉറക്കത്തിൽ ഇവർ വരും. ഇവർക്ക് ജാഗ്രത വരാൻ പറ്റില്ല. ഉറക്കത്തിൽ വന്ന് ഇവർ അനുഗ്രഹം നൽകി. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഹംസയോഗം ഉപാസിക്കുന്നവർക്ക് വരെ ആ ഒരു ധാരണയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ വിദ്യ സുലഭമായി കിട്ടും എന്നൊരു ധാരണ പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരനുഗ്രഹം കിട്ടിയാൽ മതി. വിദ്യയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു അനുഗ്രഹം കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം അത് സാമ്യത എനിക്ക് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. ഞാൻ അനുഗ്രഹിച്ചാൽ അവരുടെ ഗതി ശരിയാവുമോ? അവരുടെ ശ്വാസഗതി ഞാൻ അനുഗ്രഹിച്ച് ശരിയാകുന്നുണ്ടെങ്കിൽ കൃഷ്ണന് ഈ പറഞ്ഞ ഗീതയും ഉത്തരഗീതയും അനുഗീത ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അർജുനനെ കൊണ്ടുപോയി അനുഗ്രഹം കൊടുത്ത് മോക്ഷം പ്രാപിച്ചു വിടായിരുന്നു. അപ്പം അതല്ല, ഇത് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന പ്രാണനാണ് ഇതിനെല്ലാം ആധാരമായിട്ടുള്ളത്. ആ പ്രാണനെ ഉപാസിച്ച് പ്രാണനെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മൂല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനെതിരായിട്ട് നിൽക്കുന്നതാണ് ഈ ഭ്രാന്തി ദർശനം എന്ന് പറയുന്ന അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ചിത്തഭ്രമം. പിന്നെ അടുത്ത 8ാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ അലബ്ധഭൂമിയാത്ത എന്ന് പറയും. അത് സാധനയിൽ ഏകാഗ്രത ലഭിക്കാതിരിക്കുക, ഏകാഗ്രത ഉണ്ടാവാതിരിക്കുക. ഇത് ചിലപ്പോൾ കിട്ടില്ല, ഇതിന് വേണ്ടി ശ്രമിച്ചാൽ തന്നെ അത് ഉണ്ടാവാതിരിക്കുക. ഇങ്ങനെ വരുന്നതിനെയാണ് ഈ അലബ്ധഭൂമിയാത്ത എന്ന് പറയുന്നത്. പിന്നെ 9ാമത്തെയാണ്
അനവസ്ഥിത്വം എന്ന് പറയും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധന ചെയ്തു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൊണ്ട് സാധന ചെയ്ത് പലതും പല അനുഭൂതികളും പല ദർശനങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ഇത് ഈ സാധനാ വൈഭവം കൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധന ചെയ്യൂല. ഇത് സാധന ചെയ്യുകയോ സാധനയിലൂടെ ശ്രദ്ധ, ബുദ്ധി, ഈ പ്രയോഗമൊക്കെ കുറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഇത് കുറേശ്ശെ ശോഷിച്ച് ഇല്ലാണ്ടായി പോകും. ഇങ്ങനെ കിട്ടിയ അനുഭൂതികൾ ശോഷിച്ച് ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ അനവസ്ഥിത്വം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ വിക്ഷേപങ്ങളെല്ലാം തന്നെ ഇപ്പം നമ്മൾ 9 തടസ്സങ്ങൾ പറഞ്ഞു. ഈ 9 തടസ്സങ്ങളും ചിത്തത്തിൻ്റെ വിക്ഷേപങ്ങളാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ്. ഈ മനസ്സിൻ്റെ അവസ്ഥ പോകാനായിട്ട് ഏകമാർഗം ഈ പറഞ്ഞ ഒറ്റ ഉപാധി മാത്രമേ ഉള്ളൂ, യോഗസാധന എന്ന് പറയുന്ന സാധന. അത് മാത്രമല്ല, ഈ 9 വിഘ്നങ്ങൾക്കും 5 സഹവിക്ഷേപങ്ങളുണ്ട്. 5 സഹവിക്ഷേപങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. അത് ഒന്ന് ദുഃഖം, നേരത്തെ ആദ്യമേ പറഞ്ഞ ദുഃഖം, പിന്നെ ദൗർമനസ്യം, അംഗമേയത്വം, ശ്വാസം പ്രശ്വാസം, ഇത്രയും സഹവിക്ഷേപങ്ങളും ഇതിനുണ്ട്. ഇതിനെല്ലാം കാരണം ദുഃഖം തന്നെയാണ്. യോഗത്തിന് കാരണം ഏതെങ്കിലും രീതിയിലുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞു ശാരീരികമായിട്ടുള്ള ദുഃഖം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ള ദുഃഖം, അല്ലെങ്കിൽ ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങളും നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ വരുന്ന ദുഃഖം ഇതിനൊക്കെ തടസ്സമായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞു സാധന ചെയ്യാനിരിക്കുമ്പോൾ ഇത് നമ്മളിലേക്ക് കയറി വരികയും നമ്മുടെ യോഗ സാധനയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. പിന്നെ വരുന്നത് ദുഃഖം. പിന്നെ അടുത്തത് ദൗർമനസ്യമാണ്. അതായത് നമ്മളുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാതെ വരണം. ഒരാഗ്രഹം പൂർത്തീകരിക്കാതെ വരുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന ദേഷ്യവും കോപവും, അത് സാധാരണ എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ഒരു കാര്യത്തിന് പോയി ആ കാര്യം നടന്നില്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ അകത്ത് വരാനുള്ളത്, അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിന് അവനവൻ്റെ പ്രവൃത്തി ദോഷമോ അല്ലെങ്കിൽ നമ്മൾ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് ആവാത്തതല്ല, വീട്ടിലുള്ളവരുടെ കൂടെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യൻ്റെ സ്വഭാവം. അങ്ങനെ പൂർത്തീകരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദ്വേഷം, മന്ദത എല്ലാം ദൗർമനസ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൗർമനസ്യം വരുന്നതോടുകൂടി എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യോഗ സാധന ചെയ്യാൻ പറ്റാത്തത്. പിന്നെയുള്ളത് അംഗമേധയത്വമാണ്. അഭ്യാസത്തിന് നമ്മളിരിക്കുമ്പോൾ കൈവേദന, കാലുവേദന, നടുവേദന, തലവേദന, കണ്ണുവേദന, മേപ്പോട്ട് നോക്കിയിരിക്കുമ്പോൾ കണ്ണു വേദനിക്കുന്നു, കണ്ണുന്ന് വെള്ളം വരും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അംഗമേധയത്വം എന്ന് പറയുന്ന അവസ്ഥയിലുണ്ടാവും. പിന്നെ വരുന്നതാണ് ശ്വാസപ്രശ്വാസങ്ങളാണ്. ശ്വാസപ്രശ്വാസങ്ങളെന്ന് ഇപ്പോൾ ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ സാധന ചെയ്ത് പ്രാണാപാനന്മാരെ കുറിച്ച് പറഞ്ഞു. പ്രാണന്റെ ഇരട്ടി ശക്തിയാണ് അപാനുള്ളത്. ഈ പ്രാണാപാനന്മാരെ സമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്ലേശകരമാണ്, വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത്രയും ലഘുവായിട്ടുള്ളൊരു പരിപാടിയില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടി പിടിച്ച കാര്യമില്ല. കാരണം 10 കിലോ തൂക്കമാണ് പ്രാണനുള്ളതെന്നുണ്ടെങ്കിൽ 20 കിലോ തൂക്കമാണ് അപാനുള്ളത്. അപ്പോൾ ഒരടി മേപ്പോട്ട് പൊങ്ങിയാൽ അപാനം പിടിച്ചു വലിച്ചാൽ 2 അടി കീഴ്പോട്ട് വരും. പിന്നെ 3 അടി പൊങ്ങിയാലേ ഒരടിയുടെ പ്രയോജനം കിട്ടും. ഇത് സാധനയിൽ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഈ ശ്വാസപ്രശ്വാസങ്ങളെ നമ്മൾ സാധന ചെയ്താൽ മാത്രം പോരാ. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ശ്വാസപ്രശ്വാസവും വിധിവിച്ഛേദ പ്രാണായാമം എന്ന് പറഞ്ഞു. ഈ സാധന ചെയ്ത് ധ്യാനത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ശ്വാസപ്രശ്വാസങ്ങൾ ഇല്ലാണ്ടാവണം. അതിൻ്റെ അകത്തേക്കുള്ള പോക്കും പുറത്തേക്കുള്ള ഒഴുക്കും ഇല്ലാണ്ടാവണം. ഇതില്ലാത്ത അവസ്ഥയിൽ വരും. അപ്പം വേണം ധ്യാനിക്കാനായിട്ട്, അവിടെ വേണം സമാധി പരിശീലനം തുടങ്ങാനായിട്ട്. അങ്ങനെ ഈ ശ്വാസപ്രശ്വാസങ്ങൾ ഇന്ന് ഉള്ളതുപോലെ നിലനിൽക്കുന്നത് യോഗ സഹവിക്ഷേപമാണ്, യോഗ തടസ്സങ്ങളിൽ. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാനുള്ളൊരു ഉപാധി ഈ സാധനയാണ്. ഈ സാധനകളുടെ അല്ലാതെ
ഈ ഇത് മാറിക്കിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യോഗ തടസ്സങ്ങളിൽ കാണുന്നത്. ഈ യോഗ തടസ്സങ്ങൾ മാറാൻ വേണ്ടി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് പതഞ്ജലി അതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നാദബ്രഹ്മത്തെ, അനശ്വരമായ നാദബ്രഹ്മത്തെ വാചിക്കാനാണ് പതഞ്ജലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹംസയോഗ സാധനയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. പതഞ്ജലി പറഞ്ഞേക്കുന്നത് നാദത്തെ അനുസന്ധാനം ചെയ്യാനാണ്, പ്രണവത്തെ. ആ പ്രണവം പുള്ളി പറയുമ്പോഴും ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്രിമമായി പ്രണവത്തെ സൃഷ്ടിച്ച് അതിനനുസന്ധാനം ചെയ്യാനാണ് പതിവ്. അതല്ല ശരിയായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധന ചെയ്ത് കോൺസെൻട്രേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രണവം കേൾക്കാൻ സാധിക്കും. ആ പ്രണവത്തെ നമ്മൾ അനുസന്ധാനം ചെയ്യും. അങ്ങനെ ആ നാദബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ ഈ സകല വിക്ഷേപങ്ങളും തീരും. വിക്ഷേപങ്ങളും സഹവിക്ഷേപങ്ങളും തീർന്ന് നമുക്ക് നല്ലൊരു സാധനയിലേക്ക് ഉയരാൻ സാധിക്കും. ഇത്രയും വിജ്ഞാനങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് നമുക്ക് വിശദീകരിക്കാം.